Hello dear students, next we are going to discuss very important theorem, theorem 1.5. Okay, here let n1, n2, n3 up to nk be the positive integers and ni, each ni greater than 1 for all I, and sigma I equal to 1 to k ni equal to n. We have to prove that sigma I equal to 1 to k ni square less than or equal to n square minus k minus 1 into 2n minus k. Once more repeat, n1 up to nk be the positive integers and for all I, ni greater than 1 and sigma I equal to 1 to k ni equal to n. Prove that sigma I equal to k 1 to k ni square less than or equal to n square minus k minus 1 into 2n minus k. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്കണക്ട് ഗ്രാഫാണ്. ഡിസ്കണക്ട് ഗ്രാഫിൽ കുറേ കമ്പോണൻസ് കാണും. ഫോർ എക്സാമ്പിൾ ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ, കുറേ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ 3 ആണ്. n1 എന്ന് പറയുന്ന നമ്പർ ഓഫ് vertices in the first component, then n2 be the number of vertices in second component and n3 be the number of vertices in third component. എല്ലാ എന്നയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ദെൻ ഈ NIസിൻ്റെ എല്ലാം കൂടെ സം എന്ന് പറയുന്നതായിരിക്കും എന്ത്, ടോട്ടൽ vertices in this disconnected graph n. Suppose we have a disconnected graph which consisting of some components. ഓരോ കമ്പോണൻറ്റിൻ്റെ ഉള്ള നമ്പർ ഓഫ് വേർട്ടിസസിനെയാണ് നമ്മൾ n1, n2 അപ് ടു nk വരെ പറയുന്നത്. ഈ വേർട്ടിസസിൻ്റെ, അതായത് ഓരോ കമ്പോണൻസിൻ്റെ വേർട്ടിസസിൻ്റെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത് ടോട്ടൽ വേർട്ടിസസിൻ്റെ ഗ്രാഫ്, ദാറ്റ് ഈസ് n. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൂഫ് ഇതിനകത്ത് നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, സപ്പോസ് ഫസ്റ്റ് വൺ വി ഹാവ് സിഗ്മ I equal to 1 to k ni equal to n. We have sigma, നമുക്കത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സിഗ്മ I equal to 1 to k ni equal to n. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. Then we have also given that ni greater than 1. ഈ 1നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. സോ വി ക്യാൻ റൈറ്റ് ni മൈനസ് 1 greater than 0. ni greater than 1. Moving this 1 to left side. So we can write ni minus 1 greater than 0. ഓക്കെ, ഇനി ഈ പാർട്ടിന് നമ്മളൊരു സിഗ്മ അസൈൻ ചെയ്യുന്നു. സോ സിഗ്മ y equal to 1 to k ni minus 1 which is equal to, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. സിഗ്മ I equal to 1 to k ni minus സിഗ്മ I equal to 1 to k 1. ഓക്കെ, ഈ പോർഷൻ്റെ ആൻസർ എന്താ, n. സോ n. ദെൻ ഈ പോർഷൻ്റെ ആൻസർ എന്താണ്, സിഗ്മ I equal to 1 to 5 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും, 5 ടൈംസ് 1നെ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ, 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1. ഈ ഒരു പാർട്ടിനെ നമ്മൾ 5 ടൈംസ് സം ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 5. സോ സിഗ്മ I equal to 1 to k എന്ന് പറയുന്നത് 1 ഇൻറ്റു k ആണ്, ദാറ്റ് ഈസ് k. സോ വിച്ച് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് n മൈനസ് k എന്ന് നമുക്ക് കിട്ടി. സോറി, ഒന്നുകൂടെ പറയാം. വി ഹാവ് ദിസ് പാർട്ട് ആൻഡ് വി ഓൾസോ ഹാവ് ദിസ് പാർട്ട്. മൂവിങ് 1 to left side, so we get this. Then we have to apply sigma to this, then separate them. This part is n and this part is 1 into k, so we got n minus k. Sigma I equal to 1 to k ni minus 1 equal to n minus k. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് പാർട്ടിനെയും സ്ക്വയർ ചെയ്യണം. സിഗ്മ
I equal to 1 to k n minus ni minus 1 the whole square equal to n minus k the whole square. ഇനി നമ്മൾ ഈ ഇൻസൈഡുള്ള സിഗ്മാനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അതായത് സിഗ്മ ഐ ഈക്വൽ ടു 1 ടു കെ എൻ ഐ മൈനസ് 1 ദ ഹോൾ സ്ക്വയറാണ്. ഈ ഒരു പോർഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പം എങ്ങനെയായിരിക്കും എഴുതുന്നത്? എൻ ഐ മൈനസ് 1നെയാണ് നമ്മൾ കെ ടൈംസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ എൻ 1 മൈനസ് 1 പ്ലസ് എൻ 2 മൈനസ് 1 എക്സെട്ര അപ് ടു എൻ കെ മൈനസ് 1 എന്ന് വരും. ഓക്കെ, അതുപോലെ എഴുതി ഹോൾ സ്ക്വയർ പാർട്ട്. ഈ സ്ക്വയർ അതുപോലെ ഇവിടെ ഇട്ടു ഈക്വൽ ടു എൻ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയൊരു കൺക്ലൂഷൻ ഇതായിരുന്നു. അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തു, ബോത്ത് സൈഡും സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തിട്ട് ഇൻസൈഡുള്ള സിഗ്മ പാർട്ടിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എൻ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ ഒക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് സം പോസിറ്റീവ് ടേംസ് അല്ലേ? അതുപോലെ നമ്മൾ ഇവിടെയും സ്ക്വയർ കൊടുത്ത് എക്സ്പാൻഡ് ചെയ്തു. സോ ഇതിപ്പം എയും ബി സി ആയിരുന്നെങ്കിൽ നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ സം ടേംസ് എന്ന് എഴുതത്തില്ലേ? അതുപോലെ ഇവിടെ എൻ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ 2 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എൻ 1 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ 2 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ അപ് ടു എൻ കെ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് സം പോസിറ്റീവ് ടേംസ് ഈക്വൽ ടു എൻ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും നമ്മൾ സിഗ്മയുടെ ടേംസിൽ എഴുതുവാണ്. സോ ഫസ്റ്റ് നമ്മൾ സിഗ്മയുടെ ടേംസിലുള്ളതിനെ എക്സ്പാൻഡ് ചെയ്തു. ദെൻ സ്ക്വയർ ഫോമിനെ നമ്മൾ ഈ ഒരു എക്സ്പാൻഡ് ചെയ്തു. സിഗ്മ ഇൻസൈഡുള്ള സിഗ്മാനെ നമ്മൾ ഫസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു. ദെൻ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി നമ്മൾ ഈ പറഞ്ഞ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് എഴുതുന്ന ആ പാർട്ടിനെ വീണ്ടും നമ്മൾ എങ്ങനെ എഴുതും? സിഗ്മയുടെ ടേംസിൽ എഴുതും. അപ്പോൾ എങ്ങനെ വരും? അതായത് എൻ 1 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ 2 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നതിന് നമ്മൾ സിഗ്മ ഐ ഈക്വൽ ടു 1 ടു കെ എൻ ഐ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, പ്ലസ് സം ടേംസ് ഈക്വൽ ടു എൻ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ. സോ വി ഹാവ് സിഗ്മ I equal to 1 to k ni minus 1 the whole square less than or equal to n minus k the whole square. ഓക്കെ, ഇവിടെ ലെസ് ദാൻ വന്നത് നമ്മൾ പ്രീവിയസ് കേസിൽ പ്ലസ് സം ടേംസ് എന്നും കൂടെ എഴുതി. പ്ലസ് സം ടേംസ് എന്നും കൂടെ ഉണ്ടായിരുന്നു ഇല്ലേ? പ്ലസ് സം ടേംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ ആയിരിക്കത്തില്ലേ നമുക്ക് ലെസ്, ഈ പോർഷൻ ആയിരിക്കത്തില്ലേ ഗ്രേറ്റർ? അതായത് ഇപ്പോൾ നമ്മൾ 5 പ്ലസ് 3 ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനെ നമ്മൾ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് നമുക്ക് എഴുതത്തില്ല. അതുപോലെ നമ്മൾ ആ സം ടേംസ് എന്ന് പറഞ്ഞ പോർഷനെ കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ കൊടുത്തു. ഓക്കെ, ഇവിടം വരെ കിട്ടി. ഇനി ഇതിനെ നമ്മൾ വീണ്ടും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം പോലെ എക്സ്പാൻഡ് ചെയ്തു. ഹോളിനെ സിഗ്മ ഐ ഈക്വൽ ടു 1 ടു കെ എൻ ഐ സ്ക്വയർ minus 2 sigma equal to 1 to k ni plus sigma I equal to 1 to k 1 less than or equal to ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. അതായത് ഇവിടെ നമുക്ക് ni മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ni സ്ക്വയർ മൈനസ് 2 ni പ്ലസ് 1 എന്ന് പറയും. ഇവിടെ ഫ്രണ്ടിലൊരു സിഗ്മയും കൂടെ ഉണ്ട്. ആ സിഗ്മ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കയറി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കിട്ടിയത്. ഓക്കെ, ഇവിടെ സിഗ്മ ഈക്വൽ ടു 1 ടു കെ എൻ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? n ആണ്. സോ 2n പ്ലസ്
ഈ പോർഷനോ, ഈ പോർഷൻ എന്ന് പറയുന്നത് 1 ഇൻറ്റു കെ കെ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് വൺ. ഇനി നമ്മൾ ഈ ഒരു പോർഷനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരും. റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പം എൻ സ്ക്വയർ മൈനസ് 2nk, ഈ -2n ഇപ്പോഴത്തെ സൈഡിൽ വരും +2n പ്ലസ് കെ സ്ക്വയർ മൈനസ് കെ, വിച്ച് ഈസ് അഗെയിൻ റിട്ടൺ ആസ് എൻ സ്ക്വയർ മൈനസ് 2n. രണ്ടിൽ നിന്നും 2n കോമൺ ആയിട്ട് എടുത്തു, k - 1 എന്ന് എഴുതി, പ്ലസ് k ഇൻറ്റു k കോമൺ ആയിട്ട് എടുത്തിട്ട് k - 1. മനസ്സിലായോ? ഈ പോർഷനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ദെൻ ഇവിടെ നിന്ന് 2n കോമൺ എടുത്തു, ഇവിടെ kയും കോമൺ എടുത്തു. അപ്പോൾ 2n കോമൺ എടുക്കുമ്പോൾ 2n ഇൻറ്റു k - 1, k കോമൺ എടുക്കുമ്പോൾ k - 1. അഗെയിൻ ഇവിടുന്ന് k - 1 കോമൺ എടുത്തപ്പോൾ n സ്ക്വയർ മൈനസ് k - 1 ഇൻറ്റു 2n മൈനസ് k. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റിലെത്തി. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. We have this part and this part moving 1 to left side, so we get like this. Then sigma apply ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഇതിൻ്റെ വാല്യൂ n നമുക്ക് തന്നിട്ടുണ്ട്, ഇതിൻ്റെ വാല്യൂ k ആയിരിക്കും. n മൈനസ് k ഈക്വൽ ടു n മൈനസ് k എന്ന് കിട്ടി. നെക്സ്റ്റ് ഇതിനെ രണ്ടിനെ നമ്മൾ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തിട്ട് ഈ ഇൻസൈഡ് പോർഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി, സിഗ്മ മാറ്റി എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ദെൻ ഈ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ദെൻ വീണ്ടും സിഗ്മയുടെ ഫോമിൽ എഴുതി, പ്ലസ് സം ടേംസ് ഈക്വൽ ടു n മൈനസ് k ദ ഹോൾ സ്ക്വയർ. ദെൻ ആ സം ടേംസ് മാറ്റി ഇവിടെ ഒരു ലെസ് ദാൻ ഈക്വൽ ടു സിമ്പിൾ കൊണ്ടുവന്നു. ഇതിനെ നമ്മൾ ഈ ഒരു ഫോമാറ്റിൽ എഴുതി. ഇവിടെ നമ്മൾ a മൈനസ് b ദ ഹോൾ സ്ക്വയറിനെ ഫോമിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് സിഗ്മ അപ്ലൈ ചെയ്തു. സോ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. നെക്സ്റ്റ് 2n മൈനസ് k റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി, 2n കോമൺ എടുത്തു, k കോമൺ എടുത്തു, k - 1 കോമൺ എടുത്തു. ഫൈനലി നമുക്ക് ഈ വാല്യൂ കിട്ടി. ഓക്കെ, ഇത് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഈ ഒരു ഇത് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് തനി നോട്ട്സിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ദെൻ എഗെയിൻ ഈ വീഡിയോ ഒന്നും കൂടെ വാച്ച് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ മറന്നു പോകാതെ എഴുതാനായിട്ട് പറ്റൂ. ഏതെങ്കിലും ഇടയ്ക്ക് വെച്ച് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ പിന്നെ ബാക്കി ബാലൻസ് ഫുള്ള് തെറ്റിപ്പോവും. അതുകൊണ്ട് വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് തനിയെ എഴുതാൻ നോക്കണം. ദെൻ എറർ കറക്റ്റ് ചെയ്ത് പോകണം. ഓക്കെ, താങ്ക് യു.